എമർജൻസി ഫണ്ട് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം തുകയാണ് നമ്മൾ അതിൽ സേവ് ചെയ്ത് വയ്ക്കേണ്ടത്? നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് എത്രത്തോളം തുക നമുക്ക് ആവശ്യമുണ്ട് ഓരോ മാസവും? അതായത് നമുക്ക് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ടു, അതൊരു എമർജൻസി ആണല്ലോ. ജോലി നഷ്ടപ്പെട്ടാൽ അടുത്ത ജോലി കണ്ടുപിടിക്കുന്നത് വരെയും നമ്മളുടെ ലൈഫ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം. അതായത് കുട്ടികളുടെ സ്കൂൾ ഫീസ്, അത്യാവശ്യം വരുന്ന ഹോസ്പിറ്റൽ ബിൽസ്, നമുക്ക് ഫുഡ് വാങ്ങിക്കണം, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, അതുപോലെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു മാസം എത്രത്തോളം തുകയാണ് വേണ്ടി വരുന്നത്? ഇപ്പൊ ഒരു മാസം നമുക്കൊരു 15,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപയാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചു. അതിന്റെ ഒരു 3 മടങ്ങ് അല്ലെങ്കിൽ ഒരു 6 മടങ്ങ്. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 മാസം ജീവിക്കാനുള്ള തുക, 6 മടങ്ങ് എന്ന് പറയുമ്പോൾ 6 മാസം ജീവിക്കാനുള്ള തുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് സേവ് ചെയ്ത് വെക്കാം. ഇനി ഈ എമർജൻസി ഫണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയല്ലേ, അപ്പൊ നമുക്ക് അതുകൊണ്ട് ഐഫോൺ വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കൊന്ന് ടൂർ പോയിട്ട് വന്നാലോ എന്നൊന്നും വിചാരിക്കരുത്. എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ തുക സേവ് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മളുടെ ആർഭാടമുള്ള കാര്യങ്ങളോ അനാവശ്യ ചെലവുകളോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ വീടിനും അനുസരിച്ചിട്ട്, ഓരോ ഫാമിലിക്ക് അനുസരിച്ചിട്ടും ഈ തുക മാറിക്കൊണ്ടിരിക്കും. കാരണം ചിലരുടെ എക്സ്പെൻസ് 10,000 ആയിരിക്കും, ചിലരുടെ 20,000 ആയിരിക്കും, ചിലരുടെ 50,000 ആയിരിക്കാം. അപ്പോൾ ആ അനാവശ്യങ്ങളില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് എത്ര തുകയാണോ ഒരു മാസം ആവശ്യമുള്ളത്, ആ തുകയുടെ 3 മടങ്ങ് അല്ലെങ്കിൽ 6 മടങ്ങ്, ഇതൊക്കെയാണ് 3 മാസത്തേക്കും 6 മാസത്തേക്കും നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ളത് എമർജൻസി ഫണ്ടായിട്ട് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും തുക നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്.